ഞാൻ കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് തടവറയിൽ ശുശ്രൂഷ ചെയ്യുന്നൊരു വൈദികനാണ്. ഞാൻ തടവറയിലെ ഒരു അനുഭൂമിക അവസരത്തിൽ ഈ നോമ്പിൻ്റെ ചിന്ത പങ്കുവയ്ക്കുമ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാനൊരിക്കലും ഈ നോമ്പ് കാലം ആരംഭിക്കുന്ന സമയത്ത് ഒരു തടവറയിൽ അവരുമായിട്ട് ഈ നോമ്പ് ആചരണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അവരുടെ ജീവിതത്തിൽ ഏത് വിധത്തിൽ നോമ്പ് ആചരിച്ചുകൊണ്ട് ഒരു ജീവിത പരിവർത്തനത്തിന് സാധിക്കുമെന്നുള്ള കാര്യം പങ്കുവെച്ചുകൊണ്ട് ധൂർത്തപുത്രൻ്റെ ഉപമ ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് ആ മകൻ്റെ മാനസാന്തരത്തെക്കുറിച്ച്, ധൂർത്തനായ മകൻ്റെ മാനസാന്തരത്തെക്കുറിച്ച് അവരോട് പങ്കുവെക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ മകൻ തനിക്കുണ്ട സമ്പത്തെല്ലാം ധൂർത്തടിച്ച് കയ്യിലൊന്നുമില്ലാതായപ്പോൾ അവൻ പന്നിക്കൂട്ടിൽ കിടന്ന് പന്നി തിന്നുന്ന തവിടെങ്കിലും തിന്നാൻ കൊതിച്ചുകൊണ്ട് അവിടെ ആയിരുന്നപ്പോഴാണ് അവന് സുബോധമുണ്ടായത് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ അവരോട് ചോദിച്ചു, നമ്മൾക്കെല്ലാവർക്കും ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് നല്ല ബുദ്ധിയും ബോധവും എല്ലാം തന്നുകൊണ്ടാണ്. നമ്മൾക്ക് ഈ പന്നിക്കൂട്ടിൽ കിടക്കുന്ന അവസ്ഥയിലേക്ക് അധപ്പതിച്ചിട്ട് വേണോ ഒരു ജീവിത പരിവർത്തനത്തിന്, ജീവിതത്തിലൊരു സുബോധമുണ്ടാകുവാനായിട്ട്? അതുകൊണ്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ അവസരം, ഈ തടവറയിലായിരിക്കുന്ന അവസരം, സാധാരണ നിലയിൽ പറഞ്ഞാൽ ഒരു വാർഷിക ധ്യാനത്തിന് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നൊരു അവസരമായിട്ട് നിങ്ങൾ കണക്കാക്കി. ഈ നോമ്പിൻ്റെ ദിവസങ്ങളിൽ നിങ്ങൾ ദൈവത്തോട് നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകളോ കുറ്റങ്ങളോ പോരായ്മകളോ പാപ അവസ്ഥകളോ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ആത്മാർത്ഥമായിട്ട് അനുതപിച്ച് നിങ്ങൾ ഒരു നല്ല പുതിയ വ്യക്തിയായി, രൂപാന്തരീകരണം സംഭവിച്ച ഒരു വ്യക്തിയായിട്ട് എനിക്ക് മാറണം എന്ന് തീവ്രമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നിങ്ങൾക്ക് പുതിയൊരു ജീവിതം തരും. ഇത് ജീവിതത്തിൻ്റെ അവസാനമല്ല. ഇങ്ങനെ ഈ ധൂർത്തപുത്രൻ്റെ ഉപമ വിവരിച്ചുകൊണ്ട് ഞാൻ അവരോട് പറയുകയും അത് കേട്ടതായ അനേകം മനുഷ്യർ അവിടെ കേൾക്കുന്നുണ്ടായിരുന്നു, എന്നെ ശ്രവിക്കുന്നുണ്ടായിരുന്നു. അതിൽ ഒരു വ്യക്തി എന്നോട് ഇത് കഴിഞ്ഞിട്ട് വന്ന് സംസാരിച്ചു, അച്ഛാ എനിക്കല്പം അച്ഛനോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് ഞാൻ തുടർന്ന് ആ വ്യക്തിയോട് മാത്രമായിട്ട് ഒരു 10 മിനിറ്റ് നേരം സംസാരിച്ചു. അദ്ദേഹം വലിയൊരു തെറ്റ് ചെയ്ത് പിടിക്കപ്പെട്ട് ആ തടവറയിൽ ആയിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞു, അച്ഛാ എനിക്കങ്ങനൊരു തെറ്റുപറ്റി, ദൈവം എന്നോട് ക്ഷമിക്കുമെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് അതിനെക്കുറിച്ച് പശ്ചാത്തപിക്കുന്നു. ഞാൻ ദൈവത്തോട് എല്ലാ വീഴ്ചകളും ഏറ്റുപറയാൻ തയ്യാറാണ്. ഞാൻ ഈ നോമ്പ് കാലം അച്ഛൻ പറഞ്ഞതുപോലെ പ്രവർത്തിക്കാൻ തയ്യാറാണ്. എനിക്ക് പുതിയൊരു ജീവൻ തരുമോ ദൈവം? ഞാൻ പറഞ്ഞു, അദ്ദേഹത്തെ ശക്തിപ്പെടുത്തി ദൈവം തീർച്ചയായിട്ടും പുതിയൊരു ജീവൻ അദ്ദേഹത്തിന് തരും എന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കാം. അദ്ദേഹം ഇവിടെ ജയിലിലായിരിക്കുന്ന അവസരത്തിൽ പ്രത്യേകം പ്രാർത്ഥിക്കും. അങ്ങനെ ആ നോമ്പ് കാലം മുഴുവൻ അദ്ദേഹം തീർച്ചയായിട്ടും തീവ്രമായിട്ട് പ്രാർത്ഥിച്ചു കാണും. അതിനുശേഷം അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തിറങ്ങുകയും ജീസസ് ഫ്രട്ടേണിറ്റി എന്ന ജയിലിൽ പ്രവർത്തിക്കുന്ന സംഘടനയുടെ ഉത്തരവാദിത്വത്തിൽ അദ്ദേഹം പുറത്തിറങ്ങി ഒരു പുനരധിവാസ കേന്ദ്രത്തിൽ കുറേ കാലം വസിക്കുകയും ഇന്ന് സമൂഹത്തിൽ അനേകർക്ക് സേവനം ചെയ്യുന്ന, തൻ്റെ ജീവിതം കൊണ്ട് വന്നുപോയ തെറ്റുകളെക്കുറിച്ച് പശ്ചാത്തപിച്ചതിന് പരിഹാരമായിട്ട് തുടർന്നുള്ള ജീവിതമെല്ലാം നയിക്കുന്ന നല്ലൊരു വ്യക്തിയായിട്ട് തീർന്നു. ഇത് നമുക്ക് എല്ലാവർക്കും സാധ്യമായ കാര്യമാണ് എന്ന് ഈ നോമ്പ് കാലം നമ്മെ അനുസ്മരിപ്പിക്കുകയാണ്. ഞാൻ ഈ നോമ്പിൻ്റെ ചിന്ത പങ്കുവച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചു എന്നേ മാത്രമുള്ളൂ. അതുകൊണ്ട് നമുക്ക് പരിശ്രമിക്കാം. നമുക്കും ദൈവം ഒരു അവസരം തരികയാണ്. ഈ നോമ്പ് കാലം നമ്മൾ വീട്ടിലായിരുന്നാലും എവിടെയായിരുന്നാലും നമ്മൾ ഒരു വാർഷിക ധ്യാനത്തിൽ സംബന്ധിക്കുന്ന ഒരു 50 ദിവസമാണ്. 40 ദിവസത്തേക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോകുന്ന ആളുകളുണ്ടല്ലോ. അതുപോലെ ദൈവൻ്റെ വീട്ടിലായിരിക്കുമ്പോൾ തന്നെ ദൈവം ഇപ്രകാരം ഒരു അവസരം നമുക്ക് തരികയാണ്. കർത്താവിൻ്റെ പീഡാസഹനങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും അവിടെ നിന്ന് നമുക്ക് വേണ്ടിയിട്ടാണ് രക്തം ചിന്തി മരിച്ചതെന്ന് ബോധ്യപ്പെട്ട് ആ ബോധ്യത്തോടു കൂടി ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിലെ ചെറുതോ വലുതായ പോരായ്മകളെ, തഴക്കദോഷങ്ങളെ തുടച്ചു നീക്കുവാനായിട്ടുള്ള ആത്മാർത്ഥമായ ഒരു ഹൃദയത്തോടുകൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്താൽ തീർച്ചയായും ദൈവം നമുക്ക് പുതിയൊരു ജീവിതം തരും. അതിന് നിങ്ങളെ രക്ഷകനായ ഈശോ ശക്തിപ്പെടുത്തട്ടെ എന്ന് ഞാൻ അവസരത്തിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്.
നിങ്ങൾ അപ്രകാരം എടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാനും ആ തീരുമാനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അങ്ങനെ ഈ നോമ്പുകാലത്തിൻ്റെ പരിസമാപ്തിയിൽ എത്തുമ്പോഴേക്കും പുതിയൊരു വ്യക്തിയായിട്ട് ദൈവകൃപയുടെ നിറവിൽ ജീവിക്കുന്നൊരു വ്യക്തിയായിട്ട് തീരുവാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.